ഈ പറഞ്ഞ പോലെ അപർണ ബാലമുരളിയുടെ അടുത്തടുത്തും തോളത്ത് കൈയിട്ടപ്പോൾ തന്നെ അവള് ഭയങ്കര വയലന്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇല്ല, അത് ഫ്രണ്ട്ലി സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അത് വിവരമില്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഫ്രണ്ട്ലി സാധനമാണോ അല്ലേ എന്നുള്ളത് ഒരാളെ അതെങ്ങനെയാണെന്നറിയോ, നമ്മൾ തൊടുമ്പോ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഈ ഷോൾഡർ തട്ടുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ആറെണ്ണം ചെയ്തതിനകത്തും മറ്റേതിനകത്തും രണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ട്. ആറെണ്ണം പുറയുന്ന തട്ടി വിളിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ തട്ടി സംസാരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ആറാറിനെ തട്ടിക്കണ്ട എന്നുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ആറാറിനോട് പറയാം കൈ തട്ടരുത്, അങ്ങനെ നിൽക്ക്, എന്നിട്ട് സംസാരിക്കാൻ പറയാം. നീ ആറാറിനോട് സംസാരിക്കണം എന്ന് വിചാരിക്കുക, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ സമയമോ താല്പര്യമോ ഇല്ല, അതങ്ങ് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളത്. പക്ഷെ സാബുമോൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അയാളുടെ ഞാനെങ്ങാനും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം പറഞ്ഞാൽ അപർണ ബാലമുരളിയുടെ കേസ് പറഞ്ഞില്ലേ, ആ ഫ്രണ്ട്ലി ടച്ച് എന്ന് പറയുന്ന സാധനത്ത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാളെ ഷോൾഡർ ഇടുക എന്ന് പറഞ്ഞാൽ ആ ബോഡി ലാംഗ്വേജ് ഒരു ഫ്രണ്ട്ഷിപ്പ്, കെയറിങ്, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ സാന്ത്വനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ, കുഴപ്പമില്ല ചേർത്ത് പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. അതിനകത്ത് ഇതൊരു ബാഡ് ടച്ച് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കാണാവോ വേണ്ട, ഇതിപ്പോ തോളാന്നിരിക്കും, ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ തട്ടി, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇട്ട് ഇമാതിരി കളിയൊക്കെ കളിച്ചാണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുക. വെറുതെ ആണെങ്കിൽ അങ്ങനെ തട്ടാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ തൊട്ടപ്പോ